പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്നേഹസമ്പന്നനും നിത്യനുമായ ദൈവമേ, കൃതജ്ഞത നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ ഇന്നേ ദിനം ആരംഭിക്കുന്നു. സുഭാഷിതങ്ങളുടെ പുസ്തകം 17-ാം അധ്യായം 17-ാം വാക്യത്തിൽ സോളമൻ രാജാവ് ഇപ്രകാരം പറഞ്ഞു വച്ചു: മിത്രം എപ്പോഴും മിത്രം തന്നെ. ആപത്തിൽ പങ്കുചേരാൻ ജനിച്ചവനാണ് സഹോദരൻ. ഇന്നേ ദിനം നാം ഏറ്റവും പ്രത്യേകമാം വിധം വിശുദ്ധ ബാസിലിനെയും ഗ്രിഗറി നാസിയൻസിനെയും സഭ ആദരിക്കുമ്പോൾ ഇരുവരും തമ്മിലുള്ള വിശുദ്ധ സൗഹൃദത്തെയും സൗന്ദര്യത്തെയും കുറിച്ച് നാം ഓർക്കേണ്ടതുണ്ട്. നമ്മുടെ സുഹൃത്തുക്കളുമായുള്ള ബന്ധത്തെ വിശദീകരിക്കുവാൻ ഇവരുടെ മാതൃക നമുക്കെന്നും വഴികാട്ടിയാകട്ടെ. സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ഒരേ മനസ്സോടെ 133-ാം സങ്കീർത്തനം ആലപിക്കാം. സഹോദരർ ഏക മനസ്സായി ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും സന്തോഷപ്രദവുമാണ്. അഹ്റോൻ്റെ തലയിൽ നിന്ന് താടിയിലേക്കിറങ്ങി അങ്കിയുടെ കഴുത്തുപട്ടയിലൂടെ ഒഴുകുന്ന അമൂല്യമായ അഭിഷേക തൈലം പോലെയാണത്. സിയോൻ പർവ്വതങ്ങളിൽ പൊഴിയുന്ന ഹെർമോൺ തുഷാരം പോലെയാണത്. അവിടെയാണ് കർത്താവ് തൻ്റെ അനുഗ്രഹവും അനന്തമായ ജീവനും പ്രദാനം ചെയ്യുന്നത്. കർത്താവേ, ഞങ്ങൾ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും യഥാർത്ഥ സൗഹൃദങ്ങളെ നിധി പോലെ സൂക്ഷിക്കുവാനും ഞങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങയുടെ ഇഷ്ടം തേടാനും ഈ വിശുദ്ധരുടെ മാധ്യസ്ഥം ഞങ്ങളെ നയിക്കട്ടെ. അവരുടെ ഉള്ളിൽ ജ്വലിച്ച അതേ തീക്ഷ്ണത ഞങ്ങളുടെ ഹൃദയത്തിലും വന്ന് നിറയട്ടെ. സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.